ട്രംപ് സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിനിടെ വിദേശ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹാർവേഡ് സർവകലാശാല. വിദേശ വിദ്യാർത്ഥികൾ ബോസ്റ്റണിലെ ലോഗൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് സർവകലാശാലയുടെ നിർദ്ദേശം. ലോഗൻ വിമാനത്താവളത്തിന് പകരമായി തിരഞ്ഞെടുക്കാവുന്ന ചില വിമാനത്താവളങ്ങളും സർവകലാശാല നിർദ്ദേശിക്കുന്നുണ്ട്. ലോഗൻ വിമാനത്താവളത്തിൽ വിദേശ വിദ്യാർത്ഥികൾക്കുള്ള പരിശോധന കഴിപ്പിച്ചതിന് പിന്നാലെയാണ് ഹാർവേഡ് അധികൃതരുടെ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ഉള്ളടക്കത്തിലും ശ്രദ്ധിക്കണമെന്നും ഹാർവേഡിന്റെ മുന്നറിയിപ്പുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഹാർവേഡ് കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയതിന് പിന്നാലെയാണ് നിർദ്ദേശങ്ങളുമായി സർവകലാശാല അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. ഹാർവേഡ് ഇന്റർനാഷണൽ ഓഫീസും ഹാർവേഡ് ലോ സ്കൂൾ ഇമിഗ്രേഷൻ സപ്പോർട്ട് ഗ്രൂപ്പും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്വകാര്യ മീറ്റിംഗിലാണ് അധികൃതർ ലോഗൻ വിമാനത്താവളം ഒഴിവാക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയത്. ലോഗൻ വിമാനത്താവളം വഴി എത്തുന്നത് ഒഴിവാക്കാനാണ് സർവകലാശാല അധികൃതരുടെ മുന്നറിയിപ്പ്. ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളം, ചിക്കാഗോയിലെ ഓഹെയർ വിമാനത്താവളം, ലോസ് ഏഞ്ചൽസിലെ വിമാനത്താവളങ്ങൾ എന്നിവ എത്തിച്ചേരാൻ മികച്ച ഓപ്ഷനുകളായിരിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നവർ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ നടപടികളുടെ ഭാഗമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹാർവേഡ് അധികൃതർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർക്ക് ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ വ്യക്തിഗത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിക്കാനും അതിൽ കണ്ടെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കാനും അധികാരമുണ്ടെന്നും അധികൃതർ അറിയിച്ചു. പലസ്തീൻ അനുകൂലമോ ജൂതവിരുദ്ധമോ അമേരിക്കയെ അപകീർത്തിപ്പെടുത്തുന്നതോ ആയ ഉള്ളടക്കങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചെറിയ നിയമലംഘനങ്ങൾ പോലും ശ്രദ്ധയിൽപ്പെട്ടാൽ കുഴപ്പങ്ങൾ സംഭവിക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. യാത്രയ്ക്ക് മുൻപ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യുന്നത് സംശയം ജനിപ്പിക്കാൻ ഇടയാക്കുമെന്നും പറയുന്നു. ഇറാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഹാർവേഡ് സർവകലാശാല പ്രത്യേകം നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ പരിശോധന ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇറാനിയൻ വിദ്യാർത്ഥികൾ ലോഗൻ വിമാനത്താവളം ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഹാർവാർഡ് ഭരണകൂടത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും $2 ബില്യൺ വരുന്ന ഫെഡറൽ ഗവേഷണ ഫണ്ടിംഗ് റദ്ദാക്കുകയും സർവകലാശാലയുടെ നികുതി ഇളവ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ ജൂതവിരുദ്ധത വേണ്ടത്ര രീതിയിൽ കൈകാര്യം ചെയ്തില്ലെന്ന് ആരോപിച്ചായിരുന്നു ട്രംപ് ഹാർവാർഡിനെ ഉന്നം വെച്ചത്. വിവിധ നിർദ്ദേശങ്ങൾ ട്രംപ് സർക്കാർ മുന്നോട്ട് വെച്ചെങ്കിലും അംഗീകരിക്കാൻ ഹാർവാർഡ് തയ്യാറായില്ല. ആദ്യം ഹാർവാർഡിന് നൽകാനുള്ള $2 ബില്യൺ വരുന്ന ഗവേഷണ ഗ്രാന്റുകൾ മരവിപ്പിച്ച സർക്കാർ പിന്നീട് ഹാർവാർഡിന്റെ നികുതി ഇളവ് റദ്ദാക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു. തുടർന്ന് എല്ലാ വിദേശ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടു. ഇതിന് വഴങ്ങിയില്ലെങ്കിൽ വിദേശ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള അനുമതി റദ്ദാക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതോടെ സർക്കാരിൻ്റേത് പ്രതികാര നടപടിയാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ആരോപിച്ച് ഹാർവാർഡ് കോടതിയെ സമീപിക്കുകയായിരുന്നു. വിദേശ വിദ്യാർത്ഥികളെ തടയാനുള്ള സർക്കാർ നീക്കത്തിന് കോടതിയിൽ നിന്ന് സ്റ്റേ നേടാൻ ഹാർവാർഡ് സർവകലാശാലയ്ക്ക് സാധിച്ചു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.